ചായ കുടിക്കുന്ന കപ്പും ഇഡലി പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഒരു ഇഷ്ട വിഭവം റെഡിയാക്കി എടുക്കാം. ഇതുപോലുള്ള കപ്പ് വേണമെന്നില്ല, സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇതുപോലെയുള്ള 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. കപ്പ് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു 4 കപ്പിലേക്കുള്ള അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുത്താൽ മതി. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കപ്പ് ഒന്ന് ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഈ ബ്രഷിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് കപ്പിന്റെ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 4 കപ്പിലും ഞാനിവിടെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ബൗളിന് മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സെയിം അളവിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാരയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് 1/2 കപ്പ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. പിന്നെ എനിക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് തണുപ്പുള്ള പാൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നോർമൽ ടെമ്പറേച്ചറിലായിട്ടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വരെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബാറ്ററാണ്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള വിസ്ക് ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു സ്പൂൺ വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കപ്പിന്റെ പകുതി വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി 4 കപ്പിലേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കപ്പിന്റെ ഈ ഒരു ഇത്രയുള്ള നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് 4 കപ്പിലേക്കും കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാനിതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഒരു തട്ടിൻ്റെ കുഴിയിലായിട്ട് നമ്മുടെ മാവ് ഒഴിച്ചിട്ടുള്ള കപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഓരോ ചോക്ലേറ്റിൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പ്രീമിയം ചോക്ലേറ്റ് ആണ്, വാൻ ഹോട്ടിൻ്റെ. നമ്മൾ ടോട്ടി കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ, അതാണ് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പം അതും കൂടെ ഈ ഒരു കേക്കിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് വേവാൻ എടുക്കുന്ന സമയം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വളരെ ചെറിയൊരു പാത്രമാണിത്. കുറച്ച് വലിയൊരു ഇഡ്ഡലി പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വരും. ഇനി ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഉറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഈ ഒരു പാത്രത്തിലാകുമ്പോൾ ചിലപ്പം 10 മിനിറ്റ് തന്നെ വേണ്ട കേട്ടോ. അതിൻ്റെ മുമ്പ് തന്നെ ആയി വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് ആണ് കേട്ടോ വെച്ചത്. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായാലാണ് ഇതുപോലെ പൊട്ടി വരിക. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചോക്ലേറ്റും കൂടെ ഇതിൻ്റെ കൂടെ മെൽറ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ചൂടോട് കൂടി കഴിക്കുകയാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്